വന്നു. ഈ 30 ദിവസം എന്റെ ഓപ്പോസിറ്റിൽ നിന്നവർ നടത്തിയ അവഹേളനം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാവുന്നില്ല. 30 ദിവസം അവർ അവഹേളിച്ചു. കേസുമായി ഇറങ്ങുന്നുണ്ടപ്പോ എല്ലാം ഒളിക്കുന്നു. അത് ഒളിച്ചു വെക്കുകയാണ്. എന്താ അടിസ്ഥാനത്തിൽ? ആരെയാ പറ്റിക്കുന്നത്? ആരാണ് ഒളിച്ചു വെച്ചത്? ആരാണ് പറ്റിക്കണത്? ആരെയാണ് പറ്റിക്കണത്? ഈ അല്ല നാട്ടുകാർ മൊത്തം പറ്റിക്കണത്. ഈ എന്ത് കഴിച്ചാൽ പഴയ ചാനലിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ വീഡിയോസും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ലെന്നോ? എന്തായാലും ഇനി അങ്ങോട്ട് കുറച്ച് ഹെഡ്സെറ്റ് വെച്ചോളും. ഞാൻ കുറച്ച് ഓഡിയോ ക്ലിപ്പുകൾ ഇവിടെ കേൾപ്പിക്കാണ്. ഇവൾ പറയുന്ന ഓഡിയോ ക്ലിപ്പുകൾ. ഇവൾ സ്ത്രീകൾക്ക് വേണ്ടി ഇത് ഘോര ശബ്ദിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇവൾ പറയുന്ന കുറച്ച് ഓഡിയോ ക്ലിപ്പുകൾ ഞാൻ ഇവിടെ കേൾപ്പിക്കാണ്. അത് കേൾപ്പിക്കുന്നത് ഹെഡ്സെറ്റ് വെച്ചിട്ട് കേട്ടോളും. അല്ലാന്ന് വെച്ചെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ഭാഗം നിങ്ങൾ കാണണ്ട, വീഡിയോ സ്കിപ്പ് ചെയ്തുകൊണ്ട് പൊക്കോളും. കാരണം മറ്റൊന്നല്ല, അത്രക്കും നല്ല വാക്കുകളാണ് ഇവളുടെ വായിൽ നിന്ന് വരുന്നത്. എന്തായാലും ഒന്ന് കേട്ടോക്കി. ഇവളെ നീ ഊമ്പാനാണ് അട കൊടുക്കുന്ന തായോളി മോനെ. എടാ അമ്മയെ പണി പൊലയാടി മോനെ, വേശപ്പുണ്ടൊക്കെയുണ്ടായ തായോളി. ഈ കൂതി മോളെ നീ നാട്ടുകാർക്ക് കാണിച്ചു കൊടുത്താനാടാ സമ്പാദിക്കുന്ന പട്ടി തായോളി. തേവടിയാ പയലെ. എടാ മയിരെ, ചീത്ത വിളിച്ച മയിരെ നിന്നെ വീട്ടിൽ കയറി തായോളി. അമ്മയെ പണി പൊലയാടി മോനെ, പോടാ വേശപ്പുണ്ടൊക്കെയുണ്ടായ തായോളി മോനെ. നിന്റെ അമ്മയുടെ പൂറ് തായോളി. ഓടാ മയിരെ, നീ എന്നെ ഒരു മയിര് ഊമ്പാനില്ലടാ, തെറിയെ നിന്നെ വിളിക്കുള്ളൂ. നിന്റെ അമ്മയുടെ പൂറ് പട്ടി തായോളി, വേശപ്പുണ്ടാ മകനെ. ഈ ഫോട്ടോയിലിരിക്കുന്ന അപരാധി, അവള് പുഴുത്തു വരാതെ ഉള്ളൂ. കണ്ട അവന്മാരെ എല്ലാം കുണ്ണ കയറ്റി. അത്ര മതി.